ആരാനെ പോലെ എനിക്ക് തോന്നി. ഇല്ല, അങ്ങോട്ട് ഇടുക്കിക്കൊണ്ടേ ഒഴുക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഹായ്, നമ്മളിന്ന് ആറ്റിൽ വല കെട്ടാനായിട്ട് വന്നാണേ. ഡാമിലേക്ക് ഇപ്പം മീൻ കിട്ടുന്ന കുറവാണ്, വലിയ മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആറ്റിലേക്ക് മാറി കിട്ടും കേട്ടോ. ഇത് കോട്ടയത്താണേ. നമ്മൾ പുതിയ കുറച്ച് വലയൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കിട്ടി നോക്കാം. ഇത് 2 വിരലിൻ്റെ വലയാണ്. ഇപ്പോൾ ചെറിയ കൂരിലും പരലും പിന്നെ കല്ലാമുട്ടി വാള അങ്ങനെയുള്ള മീനൊക്കെ കിട്ടി, കുറച്ച് ചട്ടവളയൊക്കെ. ഇതിപ്പോൾ ആവില്ല കേട്ടോ, വെള്ളം ഒഴുക്കൊക്കെ നിന്ന് നിൽക്കുക. ഇപ്പം മീൻ ഇവിടെ കാണും, ഇഷ്ടംപോലെ മീനുള്ള സ്ഥലമാണ്. നമ്മൾ വയ്ക്കപ്പോഴും എടുത്ത് പിടിക്കുന്നതാണേ. ഇതപ്പോൾ നമ്മൾ വലയെല്ലാം കെട്ടി കഴിഞ്ഞേ. ഇത് നല്ല വല കേട്ടോ, നമ്മൾ ഒരുപാട് മീൻ പിടിച്ച വലയാണിത്. ഇത് നല്ല ലൂസാണ്, നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് കെട്ടേണ്ട വരില്ല. അല്ലെങ്കിൽ വല ഒത്തിരി ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ മീൻ കിട്ടത്തില്ല. അതുപോലെ ചെറിയ ലൂസായിട്ട് കിടക്കണം. അതുകൊണ്ട് നമ്മൾ വല കെട്ടി തീർന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഒരു ഒഴുത്ത കോരിലൊരു പിടിച്ചിട്ടുണ്ടേ, ഉണ്ടോ? നമുക്കതിനെ ഊരെടുക്കാൻ. അതുകൊണ്ട് നമ്മുടെ വീശോല പോയായിരുന്നേ, നമ്മളത് കയറിയിട്ട് ഒരു കോരുവല ഉണ്ടാക്കി, നല്ല സൂപ്പർ ഒരു കോരുവല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപകരിക്കുക. അയ്യോ, എങ്ങനെ ഒരു പൊടിഞ്ഞതാണ് കരക്കെട്ടുണ്ടോ? അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു കോലാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂറുള്ളതിൻ്റെ അളിയനാട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് മീൻ പിടിക്കാനായിട്ട് വന്നത്. ഇതുകൊണ്ട് ആരാനൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇതിനെന്തോ പറ്റുകയാണേ. ഇതിൻ്റെ കൊക്കോലും പിടിച്ചാണ് അതുപോലെ അസുഖമാണെന്ന് അറിയത്തില്ല. ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടേ, ഒഴുക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വല്ലതും പറ്റുകയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇനി മഴ ഉടനെ ഒന്നും പെയ്തില്ലെങ്കിൽ മീനുകൾക്കൊക്കെ അത് വലിയ ദോഷമാണ്. ഇത് നമ്മൾ കുറച്ച് മീനുകളെ നമ്മുടെ ഇടുക്കിക്ക് കൊണ്ടാൻ വേണ്ടി കേട്ടോ. നമ്മുടെ അവിടെ ഒന്നും ഈ മീനില്ല. ഈ ചൊവ്വാലിയോ അല്ലെങ്കിൽ കോരിലോ വാരപ്പൊട്ടുള്ള കോരിലോ ഒന്നുമില്ലേ, നമ്മുടെ ഡാമിലും ഇല്ല, നമ്മുടെ അവിടെ ആ ആറ്റിലൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചുവലയൊക്കെ ഉണ്ട് അവിടെ ഇട്ടിട്ട് നമ്മൾ പടുതക്കുളത്തിൽ കൊടുത്തിട്ട് പെരുകി കഴിയുമ്പം ഡാമിലേക്ക് ഇറക്കി വരണം. അതാ പ്ലാന്. ഇത് കണ്ടില്ലേ, പള്ളത്തി കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നുണ്ടോ? ഇതൊരു കുഴി കുത്തിട്ട് അതിനകത്തായിട്ടോ നിൽക്കുന്നത് രാത്രിക്ക് നോക്കി. ഈ പള്ളത്തിലെ കുഞ്ഞുങ്ങൾ വായിലാണ് അത് കയറുന്നതെന്ന് അറിയത്തില്ലേ, അപകടമൊക്കെ വരുമ്പോഴത്തേക്ക്. സിലോപ്പിയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ അറിയത്തില്ല, അറിയുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. വായിൽ കയറുന്നവരായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇത് ക്ലിയർ അല്ലേ, വെള്ളം ഇച്ചിരി കളർ വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മൾ വല കെട്ടത് ഒരു 6-7 മണിക്കൊക്കെയാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 10 മണിയായിട്ടുണ്ട്. നമ്മൾ വല എടുക്കാനായിട്ട് പോകാം കേട്ടോ. എന്തായാലും നോക്കാൻ ഉണ്ടോയെന്ന് മീൻ വലുത്. അതുകൊണ്ട് നല്ലൊരു ചൊവ്വലിടപ്പുണ്ടേ. ഇത് പിടിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ മുഴുത്ത മീനാണ് പിടിക്കത്തുള്ളൂ. ചൊവ്വലെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം സൈസുള്ള മീനാണ് പിടിക്കത്തുള്ളൂ. കാരണം കറക്റ്റ് വല 2 പേരുടെ വല എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വലയത് അല്ലേ. ഇപ്പം വിലയ്ക്ക് കുറച്ച് ഇറക്കം കുറവാട്ടോ. എന്നാലും കുഴപ്പമില്ല, അത് അടി മുട്ടി കിടക്കുന്നതുകൊണ്ടേ കറക്റ്റായിട്ട് മീൻ കയറിക്കോളൂ. കാരണം അടി കൂടെ ആണല്ലോ കൂടുതലും മീൻ പോകുന്നത്. ഇതുകൊണ്ട് ചൊവ്വലി കൂട്ടം കൂടി കിടക്കുന്നുണ്ടോ എനിക്ക്. ഉണ്ടോ 3 ചൊവ്വലി അടിയും കിടക്കുന്നുണ്ടോ. എല്ലാം നല്ല സൈസ് ചൊവ്വല് തന്നെ. നമുക്കിതുപോലത്തെ 2 മീൻ കിട്ടിയാൽ മതി കേട്ടോ, അത് മുതലാണ്. കാരണം പിടിക്കുന്നത് വലിയ മീനായതുകൊണ്ട്. ഇതേക്കൂട്ട് കുറച്ച് പേരാണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടേ ഡാമിൽ കിട്ടാനായിട്ടേ. ഡാമിൽ നിന്ന് കെട്ടി പരീക്ഷിച്ച് നോക്കാം. ഡാമിൽ നമ്മൾ തന്നെ സാറ്റർഡേ ഒക്കെ ഇട്ടിട്ട് വല കെട്ടി ചെയ്യുന്നത്. അപ്പോൾ അതിലും മീൻ പിടിക്കുന്ന ഇതിനാണ് കേട്ടോ. അടുത്ത ജോലി അത് ചത്തില്ലല്ലേ? ചത്തിട്ടില്ല, അതിനകത്തും കുടുങ്ങിയല്ലേ? ഇതുണ്ട്. വല എടുക്കുമ്പോൾ ഒരേ നടക്കുമ്പോൾ ചെറിയ ചത്തു. ഇതിനോട്ട് നമുക്ക് അതെ എടുത്തുകൊണ്ടിടാം. അതുകൊണ്ട് ഇത്ര മീൻ നമുക്ക് കിട്ടുന്നുണ്ടേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജീവനുള്ള മീനെ, വലിയ ഉടക്കില്ലാത്ത മീനുകളൊക്കെ നമ്മൾ എടുത്ത് അങ്ങോട്ട് ഇടുക്കിക്ക് കൊണ്ടുപോവേ. അവിടെ കൊണ്ടുപോയി പെരുകട്ട സാധനം അവിടെ നില്ലത് നല്ല മീനല്ലേ. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. നോക്കാം എന്തായാലും. എൻ്റെ കണ്ണി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ പിന്നെ ചത്തു പോകും കേട്ടോ. ചെതുമ്പിൽ പോയാലോ ഒക്കെ ചത്തു പോകും, ആണ് വിഷയം. പൊതിഞ്ഞ് പിടിച്ചാൽ കുഴപ്പമില്ലേ. അതുകൊണ്ട് ഇതൊക്കെ വലിയ ഉടക്കില്ലാത്ത മീനാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ എടുത്ത് വെള്ളത്തിടാം. അപ്പോൾ നമുക്കത് ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ടേ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഞണ്ടും ഉണ്ട് അതിനകത്ത്. പിന്നെ ഈ മീനൊക്കെ രക്ഷപ്പെടുവാണെങ്കിൽ നമ്മൾ പടുതാക്കുളത്തിൽ കൊണ്ട് വളർത്തി കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും തോട്ടിലേക്കും ഡാമിലേക്കൊക്കെ ഇറക്കി വിടും കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാമേ. ഓക്കെ.